അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ ഉള്ള പീകളെ പറ്റിയിട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മളുടെ മാർക്കറ്റിംഗ് ഒന്നും കൂടി എന്തായിരിക്കണം, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ പറയാം ദർ ആർ 4 C's ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയാം. അതായത് നമ്മുടെ നേരത്തെ പിയിൽ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്തായിരിക്കണം, കസ്റ്റമറുടെ ഒരു നീഡിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് C ഈസ് കസ്റ്റമർ നീഡാണ്. അപ്പം ഈ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെയോ അല്ലെങ്കിൽ ഇഷ്യൂവിനെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് C. സെക്കൻഡ് C ഈസ് പ്രൈസാണ്. നമ്മുടെ പിയിൽ പറഞ്ഞ പ്രൈസാണ്. പക്ഷേ സിയിൽ വരുമ്പോൾ എന്തായിരിക്കണം, കസ്റ്റമറിന് സാറ്റിസ്ഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമർ റെഡി ടു പർച്ചേസ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തെ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കൺവീനിയൻസ് ആണ്. നമുക്കറിയാം നമ്മൾ ഇപ്പം ഒന്നും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്യുന്നത് എന്താണ്, നമുക്കൊന്നും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് കമ്പാരിസണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൺ ആ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യും, അവർ ഡെലിവറി ചെയ്ത് തരും. അപ്പം കസ്റ്റമർ കൺവീനിയൻസ് ആണ് മൂന്നാമത്തെ സി വരുന്നത്. നാലാമത്തത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മളെന്ത് ചെയ്യണം, മാർക്കറ്റിങ്ങിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് നവഡേയ്സ് നമുക്കറിയാം 2 വേ കമ്മ്യൂണിക്കേഷനാണ്. പണ്ടത്തെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൊക്കെ 1 വേ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താണത് 2 വേ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ദർ ആർ 4 C's ഇൻ മാർക്കറ്റിംഗ്. ഒന്ന്, കസ്റ്റമർ നീഡ്സിനെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തത് കസ്റ്റമർ റെഡി ടു ബൈ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം. മൂന്നാമത്തത് കസ്റ്റമർ ആണ്. നാലാമത്തത് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.